ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യലല്ല, ഇന്നത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വളരെ സന്തോഷകരമായെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ, ദുഃഖകരമായ ഒരു യാത്രയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അപ്പം നമ്മുടെ ഉമ്മച്ചി ഗൾഫിലേക്ക് പോണേ. അപ്പം ഗൾഫിൽ ആദ്യ അപ്പം അപ്പം അതേ എല്ലാം ഇവിടെ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്യണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ആ ഒരവസ്ഥയിലായിരുന്നു. നമുക്ക് പാക്ക് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ കരച്ചിലും പിടിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുവിധമൊക്കെ കിടന്നുറങ്ങിയപ്പോൾ 1:30 പിന്നെ ഏതാണ്ട് 2 മണിക്കൂറും കൂടി ഉള്ളൂ. 2 മണിക്കൂർ, 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ. 2 മണിക്കൂർ ഒരു 3-3:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഒരു 8:40 നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ്. 5 മണിക്ക് നമ്മൾ അതിനകത്ത് കയറണം. കുറച്ച് കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തു തീർക്കണം. അങ്ങനെ ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1:20, 1:30 ആയിട്ടുണ്ടാവും. അപ്പം അസ്ന എണീച്ചിട്ടുണ്ട്. അസ്നാക്ക് എന്താ അറിയില്ല. എന്താണ് അഭിപ്രായം? ഉമ്മ പോണേ നല്ല സങ്കടമുണ്ട്. ശരി, എന്നാ എനിക്ക് ഉറക്കാം. ഒരുമാതിരി വെള്ളടിച്ച ആൾക്കാർ പറയൂലേ. അപ്പം എല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം നോക്കിയാൽ 1:30. ചിലപ്പോൾ വീഡിയോ ബ്ലറായിട്ടുണ്ടാവും, അത് ക്യാമറ ഇഷ്യൂ. എന്താ ഇൻഷാല്ല. ഓക്കെ കിടന്നു. ഉറങ്ങണവരെ ശല്യപ്പെടുത്തണ എനിക്കിഷ്ടമില്ല അല്ലേ, അതുകൊണ്ട് ഞാൻ ആ പരിപാടി ചെയ്യൂല. അപ്പം എല്ലാം ഇവിടെ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങി, അതാണ് ലേറ്റ് ഒന്നും ഇടാത്തത്. ലേറ്റ് കിട്ടുന്നപ്പോൾ എല്ലാവരും എണീക്കും. 1:30 ഇനി 2 മണിക്കൂറും കൂടെ ഉള്ളൂ. എനിക്ക് ഉറങ്ങിയിട്ട് കാര്യമില്ല, നമ്മ എണീക്കില്ല. ഞാൻ ഉറങ്ങണല്ലോ കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഇവിടുന്ന് ഇറങ്ങണതും അവിടെ എയർപോർട്ടിലെത്തണ കാര്യങ്ങൾ കാണാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓത്തും ഇതുമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കത് കാണാം. ഓക്കെ, എയർപോർട്ടിലേക്ക് എത്തി. എന്നിട്ട് വീട്ടിൽ വന്നേക്കാണ്, പമ്പിൽ വന്നേക്കാണ്. വണ്ടിയൊക്കെ അവിടെ ഓട്ടോ ഇടാൻ പറ്റില്ല. അപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെല്ലാവരും ഉണ്ട്, മാത്രം വണ്ടി ഇടാൻ വേണ്ടി വന്നു. അവിടെ സ്വന്തം കാണിച്ചു തരാം. ഓക്കെ, മൈക്ക് ഞാൻ എടുത്തില്ല, ഞാൻ സിറ്റുവേഷൻ എടുത്തില്ല. എന്തിനും പെട്ടെന്ന് ഇറങ്ങുന്ന രീതിയിലേ ലഗേജ് കിട്ടുന്നു. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ പോയടാ. കഴിക്കല്ലേ എന്നെ കണ്ടുപിടിക്കാണ്ട് ആരാ പിന്നെ കൈസ് ഉമ്മയുടെ ലൈറ്റ്. അല്ലോ ലൈറ്റ് ഇട്ടുണ്ട്. കൈമാറ്റി
അസ്ന വായം വിളിച്ചിരിക്കണം. യാ മൊയ്യുദ്ദീൻ. Allah. Ui, mùi mà chui. ദൈവമാണ്. കരഞ്ഞി കരഞ്ഞടാ. അയ്യോടാ എന്തായിരുന്നു ദേഷ്യം. എന്തൊക്കെയായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് കോട്ടമായിട്ടത് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും പോയടേ പോയടേ പോയി പോയി പോയി. ഇന്നലെ വാപ്പി കരഞ്ഞില്ല. ഓട്ടമായി നമ്മ കണ്ട്. ആ നേരെ പോണത്. കരഞ്ഞ പോയടേ പോയി പോയി. അയ്യോ വാപ്പി കരയണേ ആദ്യമായിട്ടാണ്. കോട്ടവായി നമ്മ കണ്ടി. കോട്ടവായാണ് അന്ന്. അയാപ്പി കരഞ്ഞ വാപ്പി കരഞ്ഞിട്ട് കണ്ണൊക്കെ തുടക്കണ്. കരഞ്ഞ് വാപ്പി കരഞ്ഞ്. കോട്ടവായി വാപ്പി. ഇനി മോനാമത്ത് ഇനി മോനാമത്ത് നീ മോനാമത്ത് ഏർപ്പെട്ട് വരാം. ഇവിടെ ലാപ്പി താഴ്ത്താണ്. ഇനി നമുക്ക് കുറെ നടക്കണം. ഉമ്മ പോയിട്ടാ. ഉമ്മ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മ വീട്ടിൽ പോവാട്ടാ. ഇനി വീട്ടിലേക്ക് പോവാണ്. നമ്മ കൃത്യം 8:40 ഫ്ലൈറ്റിൽ കയറി നേരെ പറന്ന്. ആരടുത്തും പറഞ്ഞില്ല. പെട്ടെന്നുള്ളൊരു പോക്കായോണ്ട് ആരെയും അറിയിച്ചില്ല. അറിയിക്കാൻ ടൈമും ഉണ്ടായില്ല. അങ്ങനെ ഓ മൈ ഗോഡ്. പെട്ടെന്ന് കണ്ടപ്പോ അടിപൊളി. എന്നെടുക്കാം. പക്ഷെ നിങ്ങക്ക് ഈ മൊബൈലേ ക്ലാരിറ്റി ഇല്ലാത്തോണ്ട് നിങ്ങക്ക് കുറച്ച് ഇതായിട്ടായി കാണണം. ഇവിടുന്ന് കാണുമ്പോ അടിപൊളിയായി. ഇവിടെ വന്നതൊക്കെ അറിയാൻ പറ്റും. എല്ലാരും വന്നിട്ടുണ്ടാവല്ലോ. ആ ഫസ്റ്റ് ടൈമാ വന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് അമ്മ അവിടെ എത്തട്ടെ. നല്ലോണം നല്ല രീതിയിൽ അവിടെ എത്തട്ടെ. ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. വ്ളോഗ് വന്നത് ഇമ്മ അവിടെ എത്തി സെറ്റായിട്ട് കഴിക്കും. വ്ളോഗ് വന്ന അല്ലാണ്ട് ഞാൻ ഇടൂലത്. ഉമ്മ പറയാ ഇടണ്ട മോനെന്ന് പറഞ്ഞാൽ ഇടൂലത്. വ്ളോഗ് വെറുതെ അപ്പൊ ഇന്ന് ചെരുപ്പ് സ്ലിപ്പാണ്. ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് നല്ല ഗ്രിപ്പോടെ നടക്കാൻ പറ്റും. ഇങ്ങനെ നടക്കാണ്ട. ഇനിയുള്ള വ്ളോഗുകളില് ഞാനും കാപ്പി അസ്നയും
ഇനി വേണമെങ്കിൽ ഉമ്മച്ചിട്ട് ഞാൻ വിളിച്ചു പറയും ഉമ്മ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് സെൻഡ് ആക്കാൻ. അപ്പൊ ഉമ്മ സെൻഡ് ആക്കും. അപ്പൊ ഉമ്മ സെൻഡ് ആക്കും. കുറച്ച് ഞാൻ പറയാം അവിടെ എത്തി നല്ല സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോസ് ഒക്കെ എടുത്ത് അയക്കാൻ പറയും. അപ്പൊ ഉമ്മ സെൻഡ് ആക്കി തരും. നമുക്ക് ഇതൊക്കെ കാണാം. എന്തായാലും 5 പേര് ഉണ്ടാവും മിക്ക ബ്ലോക്കിലും. ഇന്ത്യയുടെ ഫ്ലാഗ് നല്ല ഭംഗിയുണ്ടാണ്. എനിക്ക് ഈ ഫോണിലേ വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്ര ഭംഗിയായിട്ടൊന്നും കിട്ടൂല. സൈറ്റ് ഒന്ന് ഇറങ്ങും. അപ്പൊ നമ്മുടെ വണ്ടിയില്ലേ ഓട്ടോറിക്ഷ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ശരി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കാറ് മാത്രമേ ഉള്ളൂ. നമ്മ അവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. നടന്നു പോവാം. ബാക്കി വിഷയങ്ങൾ കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഉമ്മ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാവും. ഉമ്മ ഉണ്ടാവുക വെച്ചാൽ ഞാൻ പറയുന്നുണ്ട് ഉമ്മക്ക് പറ്റുന്നത്രയും നല്ല സ്ഥലങ്ങൾ അവിടെ ഉമ്മ പോകില്ലേ കറങ്ങാനൊക്കെ പോകുമ്പോൾ ഉമ്മ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വ്ളോഗിൽ ആഡ് ആക്കാമെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഉമ്മക്കാണെങ്കിൽ അധികം വീഡിയോ അത്ര എങ്ങനെ പിടിക്കാനത്തേക്ക് അത്ര അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മക്ക് പറ്റുന്നത്രയും ഉമ്മ എടുത്താൽ മതി. ഞാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പം എനിക്ക് സെൻഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് കണ്ടെന്ന് വിചാരിക്കുന്നു. അതെ, എല്ലാം കണ്ട പോലെ തന്നെ നമ്മുടെ ഉമ്മ പോയി ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ പോയി ഇപ്പം ഉമ്മ അവിടെ സേഫാണ്. അവിടെ എത്തി. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അവിടെയുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നമുക്ക് കുറച്ചധികം വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല. എനിക്കൊണ്ട് പറ്റണ വീഡിയോസൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഞാൻ മൈക്ക് കൊണ്ടുപോയില്ല. മൈക്കൊക്കെ ഞാൻ ഫോണിലേക്ക് കുത്തി റെഡിയാക്കി പോക്കറ്റിലൊക്കെ വെച്ചാണ്. ഇവിടെ ഞാൻ വെച്ച് പോയതാണ്. പിന്നെ എനിക്ക് എന്തോന്ന് തോന്നി വേണ്ടാന്ന് ഓർത്തപ്പോൾ ഞാൻ എന്താക്കി മൈക്ക് ഞാൻ എടുത്തില്ല. അങ്ങനെ സൗണ്ട് ഇഷ്യൂ കുറച്ച് സൗണ്ട് ഇച്ചിരി ഇഷ്യൂ, അതായത് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. ഇത്രയും ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും ഇൻട്രോയിലൊക്കെ ഞാൻ പറയണ്ടേ. അപ്പം അവിടെ ഉണ്ടല്ലോ ആ സമയത്ത് പോകണ വിഷമവും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നമ്മ ആകെപ്പാടെ അങ്ങോട്ട് ഇതായി. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയി. ഇപ്പം അവിടെ എത്തി. അതിന് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുന്നത്. 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്ളോഗ് കാണുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പം അവിടെ എത്തി. കുഴപ്പമില്ല, സേഫാണ് പറഞ്ഞാണ്. പിന്നെ അതിൽ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു അമ്മ പോണതും. പിന്നെ ഇവിടെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ നമുക്കത് ഇതിലിടാൻ പറ്റില്ല. ഞാൻ ഷോർട്സ് ആക്കി ഇടാം. അപ്പോൾ അത് നിങ്ങൾ പോയി കാണാം. ഓക്കെ, അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി കാണണം. അത് ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതായിരുന്നു ഇത്ര ദിവസം അത് എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ച കൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ച കൊണ്ട് ഇവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എല്ലാം കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റായി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ വരും. ബൈ.